പി ആർ സുനിൽ, ഇപ്പോൾ രാജ്യസഭാ എം പി CPI MP സന്തോഷ് കുമാറാണ് രാഷ്ട്രപതിക്ക് കത്ത് നൽകിയിരിക്കുന്നത്. അതിൽ ഗവർണർ ആർലേക്കറെ തിരിച്ചു വിളിക്കണമെന്നാവശ്യപ്പെടുന്നത് എന്തൊക്കെ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ്? സ്മൃതി, ഏതായാലും ഭരണഘടനാ ലംഘനമാണ് ഗവർണർ നടത്തിയത് എന്നാണ് പ്രധാനമായും CPI ആരോപിക്കുന്നത്. ഇത്തരത്തിലൊരു പാർട്ടിയുടെ ചിഹ്നം, ഒരു സംഘപരിവാർ ചിഹ്നം ഇങ്ങനെ ഒരു പൊതുപരിപാടിയിൽ ഉപയോഗിച്ചതിലൂടെ ഗവർണർ ഭരണഘടനാ സത്യപ്രതിജ്ഞാ ലംഘനം നടത്തി, ഭരണഘടനാ ലംഘനം നടത്തിയെന്ന് ഏതായാലും സന്തോഷ് കുമാർ ചൂണ്ടിക്കാണിക്കുകയാണ്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഗവർണറെ തിരിച്ചു വിളിക്കണം എന്നൊരാവശ്യം ഇപ്പോൾ CPI ഉന്നയിക്കുന്നത്. ഏതായാലും രാഷ്ട്രപതി ഇക്കാര്യത്തിൽ എന്തെങ്കിലും ഒരു അനുകൂല തീരുമാനം എടുക്കാനുള്ള സാധ്യതയില്ല. അതേസമയം CPIM ജനറൽ സെക്രട്ടറി MA ബേബി ഇന്ന് ഇക്കാര്യത്തിൽ പറഞ്ഞത് CPIക്ക് അവരുടേതായ നിലപാടുണ്ട്. അതേസമയം ഗവർണർ എന്താണോ ചെയ്യാൻ പാടില്ലാത്തത് അത് ചെയ്തു എന്നതാണ് ഇന്ന് CPIM ജനറൽ സെക്രട്ടറി MA ബേബി ചൂണ്ടിക്കാണിച്ചത്. ആ അർത്ഥത്തിൽ ദേശീയ ഇടതുപക്ഷ പാർട്ടികളൊക്കെ തന്നെ ശക്തമായി ഗവർണറുടെ ഈ നിലപാടിനെ വിമർശിച്ച് രംഗത്ത് വരികയാണ്. ഏതായാലും ഗവർണർ സ്വീകരിച്ച ഈ ഒരു നടപടി ഭരണഘടനാ വിരുദ്ധമാണോ എന്നത് പരിശോധിച്ചാൽ തീർച്ചയായും ഭരണഘടനയിൽ എന്തെങ്കിലും ഗവർണർ എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നുള്ളത് പറയുന്നില്ല. ഗവർണറുടെ നിയമനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് ഭരണഘടനയുടെ അനുച്ഛേദം 158-ലും 159-ലും ഒക്കെ തന്നെ ചൂണ്ടിക്കാണിക്കുന്നത്. അതേസമയം 1980-കളിലെ സർക്കാർ കമ്മീഷൻ റിപ്പോർട്ടിൽ ഗവർണർമാർ എങ്ങനെയൊക്കെ പെരുമാറണം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്ന കാര്യം വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ആ കമ്മീഷൻ റിപ്പോർട്ടിലെ ശുപാർശകളൊന്നും പിന്നീട് ഏതെങ്കിലും ഒരു സർക്കാർ ചട്ടത്തിന്റെ ഭാഗമായിട്ടില്ല. അതേസമയം പിന്നീട് വന്ന പല സുപ്രീം കോടതി ഉത്തരവുകളിലും ഈ ഒരു സർക്കാർ കമ്മീഷൻ റിപ്പോർട്ടിലെ ശുപാർശകൾ ഉൾപ്പെട്ടൊരു സാഹചര്യമുണ്ട്. അതിനുശേഷമാണ് ഗവർണർമാർ എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്ന കാര്യം ഒരു രാഷ്ട്രീയ മര്യാദയുടെ ഭാഗമായി സ്വീകരിച്ചു പോകുന്ന ഒരു നടപടിക്രമമാണ്. ഏതായാലും ആ അർത്ഥത്തിൽ കേരള ഗവർണർ സ്വീകരിച്ച നടപടി തീർച്ചയായും ഭരണഘടനാ വിരുദ്ധമായി വേണമെങ്കിൽ വ്യാഖ്യാനിക്കപ്പെടാം, രാഷ്ട്രീയ മര്യാദയുടെ ലംഘനമായി വേണമെങ്കിൽ വ്യാഖ്യാനിക്കപ്പെടാം. ഗവർണർമാർ ഒരു കാരണവശാലും രാഷ്ട്രീയ പക്ഷപാതത്വ നിലപാടുകൾ സ്വീകരിക്കാൻ പാടില്ല എന്നതാണ് പൊതുവെ സ്വീകരിച്ചു വരുന്ന ഒരു സമീപനം. രാജ്ഭവനുകൾ ഒരിക്കലും ഒരു രാഷ്ട്രീയ പ്രചരണ വേദിയാക്കാൻ പാടില്ല എന്നതും സ്വീകരിച്ചു വരുന്ന ഒരു ധാർമ്മിക നടപടിയാണ്. ധാർമ്മികമാണ്. അതോടൊപ്പം തന്നെ ഈ RSSന്റെ ചിഹ്നങ്ങളെ ആ രൂപത്തിൽ സ്വാഭാവികവൽക്കരിക്കുന്നു എന്നുള്ള പ്രതിഷേധമാണ് CPI കാണിച്ചത്. പക്ഷേ CPM എന്ന MA ബേബിയുടെ ഒരു പ്രതികരണം, ഞങ്ങൾക്ക് CPIയുമായി മത്സരമില്ല എന്നൊരു വാചകമായിരുന്നല്ലോ. അത് യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ചോദ്യം വന്നപ്പോഴാണോ, CPI ആണ് കുറച്ചുകൂടി ശക്തമായി പ്രതികരിച്ചതെന്ന ചോദ്യം വന്നപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത്. ഈ പ്രതിഷേധത്തിൽ മത്സരമില്ല എന്ന് പറയുമ്പോൾ കുറഞ്ഞ പ്രതിഷേധം മതി എന്നാണോ ഉദ്ദേശിക്കുന്നത്? സ്മൃതി ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ മാധ്യമപ്രവർത്തകരുടെ ഒരു ചോദ്യത്തിന് മറുപടിയായാണ് MA ബേബി ആ ഒരു പ്രതികരണം നൽകിയത്. CPI കുറച്ചുകൂടി ശക്തമായി പ്രതികരിക്കുന്നുണ്ടെങ്കിൽ സന്തോഷം എന്നാണ് MA ബേബി അതിന് മറുപടിയായി പറഞ്ഞത്. ഏതായാലും ഈ ഗവർണർ വിഷയത്തിൽ ഏറ്റവും ശക്തമായൊരു നിലപാട് സ്വീകരിച്ച പാർട്ടി എന്നത് CPI ആണ് എന്ന് മാധ്യമപ്രവർത്തകർ ചൂണ്ടിക്കാണിച്ചപ്പോൾ CPI ഇടതുപക്ഷ പാർട്ടികളുടെ ഭാഗമാണ്. CPIക്കൊപ്പം നിലപാട് സ്വീകരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം തന്നെയാണ് CPIM. പക്ഷേ ഓരോ രാഷ്ട്രീയ പാർട്ടികൾക്കും ഓരോ വിഷയത്തിൽ ഓരോ നിലപാടുകളുണ്ട്. CPIM-നെ സംബന്ധിച്ചിടത്തോളം ഗവർണർ സ്വീകരിച്ച നടപടിയിൽ കടുത്ത എതിർപ്പുണ്ട്. ഗവർണറുടെ നടപടി അംഗീകരിക്കാനാകാത്തത് തന്നെയാണ്. അതേസമയം ഗവർണറെ തിരിച്ചു വിളിക്കണം എന്നൊരു നിലപാട് CPIM ജനറൽ സെക്രട്ടറി MA ബേബി പറഞ്ഞില്ല. CPI ആ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. ഏതായാലും ആ നിലയിലായിരുന്നു CPIM ജനറൽ സെക്രട്ടറി MA ബേബിയുടെ പ്രതികരണം ഇന്നുണ്ടായത്. ശരി, പി ആർ സുനിലാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. CPI ആണ് ഏതായാലും ഈ വിഷയത്തിൽ ശക്തമായ പ്രതികരണം നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള കാര്യം. CPM അതിൽ വ്യക്തത വരുത്തുന്നുണ്ട്. രാഷ്ട്രപതിക്ക് കത്തയക്കുന്നത് CPIയുടെ നിലപാടാണ്. അങ്ങനെ ഒരു നിലപാടിലേക്ക് CPM എത്തിയിട്ടില്ല എന്ന് വളരെ വ്യക്തമായി തന്നെ CPM പറയുകയും ചെയ്യുന്നു. Meet the editors.